ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമുക്ക് 34-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ശൂർപ്പണഖയെ മൂക്കും മുലകളും ഛേദിച്ച് വികൃതാവസ്ഥയിലാക്കി അയക്കുന്നു. അതിനെ തുടർന്ന് വരുന്ന ഖരദൂഷണ ത്രിശിരാക്കളെ വധിക്കുന്നു. അവരോടുകൂടി ഉണ്ടായിരുന്ന 10,000-ത്തിലധികം വരുന്ന രാക്ഷസന്മാരെയും വധിക്കുന്ന അക്ഷത ഊഷ്മാവായ, അതായത് ഒരിക്കലും തളരാത്ത പൗരുഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയ ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ 8-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. നമുക്കിന്ന് 9-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇന്ന് മായാമൃഗത്തിൻ്റെ വേഷത്തിൽ മാരീചൻ വരികയാണ്. മാരീചനെ നമുക്കറിയാം, വിശ്വാമിത്രൻ്റെ യാഗരക്ഷ ചെയ്യുന്ന സമയത്ത് ആ മാരീചനും സുബാഹുവും ഈ താപസന്മാരെ ഉപദ്രവിക്കാൻ വരികയും സുബാഹുവിനെ തൽക്ഷണം വധിച്ചു കളയുന്നു. മാരീചൻ ഓടി രക്ഷപ്പെടുന്നു. ആ ശ്രീരാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ എല്ലാ ലോകങ്ങളിലും ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടും ആ ബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത മാരീചൻ വന്ന് അവസാനം ആ ശ്രീരാമചന്ദ്രനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ആ മാരീചനെയാണ് ഒരു മായാസാരംഗമായിട്ട്, അതായത് മായ പൊന്മാനായി നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്. ആ മായാ മൃഗമായിട്ട് വരുന്ന മാരീചനെ കാണാം. അതുപോലെ തന്നെ സീതാപഹരണം തുടങ്ങിയ വസ്തുതകളാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. സോദര്യ പ്രോക്ത വാർത്ത വിവശദശമുഖാദിഷ്ടമാരീച മായാ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗത പ്രാവധിർബാണഘാതം തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോപി ത്വമന്ത കിമപി മുദമധാസ്ത്വദ്വധോപായലാഭാത്. ഇവിടെ സോദര്യ പ്രോക്ത വാർത്ത വിവശ ദശമുഖാത് ഇഷ്ടമാരീച മായാ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതഃ ത്വം ബാണഘാതം പ്രാവധീഹി മായാ ക്രന്ദനിര്യാപിത ഭവദനുജാം രാവണഃ താം അഹർഷീത് തേനാർത്തഃ അപി ത്വമന്തഃ കിമപി മുദമധാഃ തദ് വധ ഉപായലാഭാത്. ത്വദ് വധോപായലാഭാത്. തദ് വധോപായലാഭാത്, വധിക്കാനുള്ള ഒരു ഉപായം ലഭിച്ചതുപോലെ. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോദര്യ പ്രോക്ത വാർത്ത, സോദരിയാൽ പറയപ്പെട്ട. എന്താണ് പറയുന്നത്? സോദരി പറഞ്ഞു വന്നല്ലേ. പക്ഷേ ഉണ്ടായ കാര്യമല്ല ശൂർപ്പണഖ പറയുന്നത്. ശൂർപ്പണഖ ഇവിടെ രാവണനോട് വന്ന് എല്ലാം കള്ളമാണ് പറയുന്നത്. അവിടെ ചെന്ന് ശ്രീരാമനോടും ലക്ഷ്മണനോടും, ശ്രീരാമനോടാണ് ആദ്യം പറയുന്നത്, എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം, നമുക്ക് ഈ കാനന ദേശങ്ങളെല്ലാം ആടിപ്പാടി നടന്ന് കണ്ട് രസിച്ച് ജീവിക്കുക എന്ന് പറയുന്നു. ശ്രീരാമൻ പറയുന്നു, ഒരുത്തനായാൽ അവനൊരുത്തി വേണമല്ലോ, അതിനായിട്ട് എനിക്ക് സീതാദേവിയുണ്ട്, അതുകൊണ്ട് നീ ലക്ഷ്മണനെ സമീപിക്കൂ, ലക്ഷ്മണൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ശ്രവിക്കാതെ ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ഇവരെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്, ജ്യേഷ്ഠനോട് പറയൂ, ജ്യേഷ്ഠൻ എന്നെക്കാളും സുന്ദരനാണ് എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഈ ശൂർപ്പണഖ. ശ്രീരാമലക്ഷ്മണന്മാർ രണ്ടുപേരും നിരാകരിക്കുമ്പോഴാണ് സീതയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ശൂർപ്പണഖ രാവണൻ്റെ അടുത്ത് വന്ന് പറയുന്നത് മറ്റൊരു വാർത്തയാണ്. അല്ലയോ സഹോദര, ഞാനിന്ന് കാനനത്തിലൊരു വളരെയധികം സുന്ദരിയായ തരുണീമണിയെ കണ്ടു, അവളെ അവിടത്തേക്ക് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ, എൻ്റെ സഹോദരൻ്റെ ഭാര്യയായിട്ട് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവളെ അവിടത്തേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ എന്നെ ഇങ്ങനെ ആക്കുന്നത്. രാമനെന്നും ലക്ഷ്മണനെന്നും പേരുള്ള 2 മനുഷ്യന്മാരാണ് അവരെന്നെ ഈ പ്രകാരം ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ രാവണന് എന്തുമാത്രം ദേഷ്യം ഉണ്ടായി കാണും അല്ലേ. അപ്പോൾ
ആ രാവണൻ അത് കേട്ട് തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചവരോട് പ്രതികാരം ചെയ്യാനാണ് ബാക്കി എല്ലാം ചെയ്യുന്നത്, അല്ലേ? ശൂർപ്പണഖ അങ്ങനെ വിലപിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ആ സോദര്യാ പ്രോക്ത വാർത്ത, ഈ വാർത്തയാണ് സോദരിയായ ശൂർപ്പണഖ രാവണനോട് പറയുന്നത്. ഇത് കേട്ടിട്ട് പ്രോക്തവാർത്ത വിവശദശമുഖാദിഷ്ടമാരീചമായ സാരംഗം. അങ്ങനെ ആ വാർത്ത കേട്ട് വിവശനായി ദശമുഖൻ. ഇവിടെ വിവശൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ വിവശനായി എന്ന് വിചാരിക്കുക. ഒന്ന്, സഹോദരിക്ക് ഇപ്രകാരം ഒരു ദുരനുഭവം ഉണ്ടായല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ദശമുഖനാകാം. അതല്ലെങ്കിൽ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ സീതാദേവിയിൽ ഭ്രമിച്ച് വിവശനായ കാമാതുരനായ രാവണൻ എന്നും നമുക്ക് മനസ്സിലാക്കാം. അവരവരുടെ മാനസിക വ്യാപാരമനുസരിച്ച് കവിതയെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ വർണ്ണിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ സാരാംശം എടുക്കാം, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച്. സാരാംശം നശിച്ചു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വിവശനായ ദശമുഖൻ ഇഷ്ടമാരീചമായ സാരംഗം നേരെ ചെല്ലുന്നത് തൻ്റെ അമ്മാവനായ മാരീചൻ്റെ അടുത്തേക്കാണ്. മാരീചൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ശ്രീരാമഭക്തനാണ്. ആ വിശ്വാമിത്ര യാഗം നടത്തുന്നിടത്തുനിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ശ്രീരാമൻ്റെ അനുഗ്രഹത്തോടുകൂടി ശിഷ്ടകാലം ശ്രീരാമസേവകനായിട്ട് ശ്രീരാമദാസനായിട്ട് ജീവിക്കുകയാണ്, ശ്രീരാമനെ ഭജിച്ച്. അങ്ങനെയുള്ള മാരീചൻ്റെ അടുത്തേക്കാണ് വരുന്നത്. മാരീചൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ ഉണർത്തിച്ചു. മാരീചനോട് പറയുകയാണ്, ഇതിന് ഉപായം കണ്ടുപിടിക്കണം, നീ ഒരു മായ പൊന്മാനായി സീതയെ ഭ്രമിപ്പിക്കണം, ആ സമയത്ത് ഞാൻ വേണ്ടത് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് മാരീചനെ അയക്കുന്നത്. മാരീചൻ നിരസിക്കുകയാണ് രാവണൻ്റെ അപേക്ഷ. മാരീചൻ പറയുന്നു, ഇത് ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവാണ്, നമ്മുടെ നാശത്തിന് വേണ്ടിയാണ് മനുഷ്യരൂപത്തിൽ മനുഷ്യനായി മനുഷ്യവംശത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്, നീ അത് മനസ്സിലാക്കണം, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ രാവണന് അതൊന്നും ചെവിക്കൊള്ളാൻ തോന്നിയില്ല. മാത്രമല്ല മാരീചൻ വിചാരിക്കുന്നു, ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഈ ദുഷ്ടനായ രാക്ഷസനായ രാവണൻ എന്നെ കൊന്നുകളയും, ഇവൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് മരിക്കുന്നതല്ലേ, മുക്തിയെങ്കിലും സിദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവണൻ്റെ വാക്കുകൾ കേട്ട് രാവണനെ അനുസരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ സാരംഗം മായ പൊന്മാനായി വേഷം ധരിച്ച് സാരസാക്ഷിയായ അക്ഷി കണ്ണുകളാണ് സീതാദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സ്പൃഹിതം അനുഗതഃ. ആ മായപ്പൊന്മാനിനെ കണ്ടിട്ട് സ്പൃഹിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കപ്പെട്ടു. അവള് അതിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, മോഹിപ്പിക്കപ്പെട്ടു. അനുഗതഃ എന്നിട്ടോ ആരാണ് പിന്തുടർന്നത്? മായപ്പൊന്മാൻ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ എന്ത് പറഞ്ഞു? അല്ലയോ ആര്യപുത്ര, എനിക്കിതേ അവിടെ നിൽക്കുന്ന ആ മാനിനെ പിടിച്ചു തരണം. എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ അതിനെ കാണാൻ. സ്വർണ്ണവർണ്ണമാർന്ന അതിൻ്റെ ആ ദേഹത്ത് നോക്കൂ, ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ പുള്ളിമാൻ. എന്തൊരു തിളക്കമാണ് അതിൻ്റെ ശരീരത്തിന്, കണ്ടിട്ട് ഇണക്കമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നുണ്ട് രാമായണത്തിൽ, ഇങ്ങനെയല്ലേ പറയുന്നത്, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പം എത്രയോ മനോഹരമാണ്, എനിക്കതിനെ പിടിച്ചു തരുമോ എന്ന് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു. ആദ്യം ശ്രീരാമചന്ദ്രൻ ഒന്നും മടിച്ചെങ്കിലും തൻ്റെ ധർമ്മപത്നിയായ പ്രിയപത്നിയായ സീതാദേവിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി അനുഗതഃ പിന്തുടർന്നു, ആ മാനിനെ പിന്തുടർന്നു. അപ്പം ഇങ്ങനെ അടുത്ത് തുള്ളിക്കളിച്ച് വന്ന് നിൽക്കും. പിടിച്ചില്ല എന്നാവുമ്പോൾ ഒറ്റച്ചാട്ടത്തിന് ഓടിമറയും. വീണ്ടും ശ്രീരാമൻ അതിൻ്റെ പുറകെ ഓടും. അങ്ങനെ അടുത്തെത്തുമ്പോൾ കുതിച്ചുപായും. അങ്ങനെ ഓടി അകന്ന് വളരെ ദൂരം സീതയിൽ നിന്ന് അകന്നു പോയി അവർ രണ്ടുപേരും. ആ സമയത്താണ് ഈ മായാസാരംഗത്തിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ ശൂർപ്പണഖ പോയി കഴിയുമ്പോൾ ശ്രീരാമൻ സീതാദേവിയെ വിളിച്ച് പറയുന്നുണ്ട്, മറ്റാരും അടുത്തില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് രാവണൻ്റെ വരവായി സീതാദേവിയെ കൊണ്ടുപോകാനായി. അപ്പോൾ ആ സീതാദേവിയെ കൊണ്ടുപോകാൻ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള സീതാദേവിയെ, മനുഷ്യജാതയായ സീതാദേവിയെ കൊടുക്കാതിരിക്കാനായി സീതാദേവിയോട് പറയുന്നു, അവിടുന്ന് അഗ്നി ഭഗവാന്റെ
സമീപത്ത് ഒളിച്ചിരിക്കുന്നു. അഗ്നിയിങ്കൽ ഒളിച്ചിരുന്നിട്ട് ഒരു മായാസീതയെ സൃഷ്ടിച്ച് ഈ പർണാശ്രമത്തിൽ കുടിയിരുത്തണം എന്ന് പറഞ്ഞ് ഈ മായാസീതയാണ് ഇപ്പോൾ പർണശാലയിൽ ഇരിക്കുന്നത്. ആ തപോവനത്തിൽ ആ പർണശാലയിൽ ഇരിക്കുന്നത് മായാസീതയാണ്. യഥാർത്ഥത്തിലുള്ള സീതയെ അഗ്നി ഭഗവാന്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്, ശരിക്കുള്ള സീതാദേവിയെ. അപ്പോൾ ആ മായാസീതയാണ് ഈ പൊന്മാനെ വേണമെന്ന് ആവശ്യപ്പെടുന്നതും. ഇവിടുന്ന് മുതൽ അങ്ങോട്ട് രാവണവധം കഴിഞ്ഞ് സീതാദേവിയെ വീണ്ടും കൊണ്ടുവന്ന് എല്ലാ വാനരന്മാരുടെയും മറ്റ് സമക്ഷം ഈ അഗ്നിപ്രവേശം നടത്തുന്നത് ശരിക്കും അഗ്നിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ യഥാർത്ഥ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ സീതാദേവിയെ വീണ്ടും കൊണ്ടുവരുന്നത് വരെ ഇനി മായാസീതയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അങ്ങനെ സാരസാക്ഷിയായ ആ സീതാദേവിയാൽ ആഗ്രഹിക്കപ്പെട്ട് ശ്രീരാമൻ ആ മാനിനെ പിന്തുടർന്നു പോകുന്നു. വളരെയധികം ദൂരെ ചെന്ന് കഴിയുമ്പോൾ ഒരു ബാണഘാതം, പ്രാവധീഹി എന്ന് പറഞ്ഞാൽ വധിച്ചു കളഞ്ഞു. ബാണഘാതം, ബാണം കൊണ്ട് ആഘാതമേൽപ്പിച്ചാണ് കൊല്ലുന്നത്. ഉടനെ തന്മായാക്രന്ത നിര്യാപിത ഭവതനുജാം, തന്മായാക്രന്ദനം. ഇവിടെ മായാവികളാണല്ലോ രാക്ഷസന്മാർ. അപ്പോൾ ബാണ ആഘാതം ഏറ്റുകഴിഞ്ഞപ്പോൾ മാരീചൻ വിലപിക്കുകയാണ്. മായാക്രന്ദനമായിരുന്നു അത്. ആ മായാവിയായ മാരീചൻ അനുജൻ ഭവത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ അനുജൻ ആരാണ്? ലക്ഷ്മണൻ എന്നാണ്. ഭവത് അനുജാം രാവണസ്താം അഹർഷീത്. ഇപ്പോൾ ഭവത് അനുജാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭവാന്റെ അനുജനായ ലക്ഷ്മണനെ പറഞ്ഞയക്കപ്പെടുന്നു. ഈ ക്രന്ദനിര്യാപിത ഭവതനുജാം എന്ന് പറഞ്ഞിരിക്കുന്ന മായാശബ്ദത്തിൽ മായാവിയായ രാക്ഷസൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ വിലപിക്കുകയാണ്. ലക്ഷ്മണ, അനുജ, എന്നെ ഇതാ വധിച്ചു കളഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന് ഈ മായപ്പൊന്മാനായ മാരീചൻ വിലപിക്കുന്നു ശ്രീരാമൻ്റെ ശബ്ദത്തിൽ. അത് കേട്ടിട്ട് ഭവതനുജാം, അനുജനെ പറഞ്ഞയക്കുന്നു. അങ്ങയുടെ അനുജനായ ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ ഇവിടെ തൻ്റെ മായയാൽ ഇങ്ങനെ വിലപിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ്റെ ശബ്ദത്തിൽ ആ വിലാപം കേൾക്കുന്ന സീതാദേവി ഭവതനുജാം, അവിടുത്തെ അനുജനെ, ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് മേൽപ്പത്തൂരിത്, അവിടുത്തെ അനുജനായ ആ ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ ഉടനെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ നാവിൽ നിന്നും മുഖത്തു നിന്നും ഇങ്ങനെ ഒരു വിലാപം ഒരിക്കലും പുറപ്പെടില്ല. അദ്ദേഹം വളരെ ശക്തിമാനാണെന്ന് അവിടത്തേക്ക് അറിയാവുന്നതല്ലേ. ഭഗവാനെ വധിക്കാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? അത് മറന്നു കളയാമോ? പക്ഷേ ഇവിടെ മായാസീതയല്ലേ. ഇവിടെ ഉദ്ദേശം, അവരുടെ അവതാര ഉദ്ദേശം തന്നെ എന്താണെന്ന് നമുക്കെല്ലാം വ്യക്തമായി അറിയാം അല്ലേ. അങ്ങനെ ആ വിലാപമൊന്നും വകവയ്ക്കാതിരിക്കുന്ന ലക്ഷ്മണനോട് വളരെയധികം ശകാരവാക്കുകളോടുകൂടി, അതായത് സീതാദേവി ഇപ്രകാരം ദുഷിച്ച വാക്കുകളാണ് പറയുന്നത്. അതായത് ജ്യേഷ്ഠൻ്റെ അഭാവത്തിൽ എന്നെ പ്രാപിക്കാൻ ഉള്ള നിൻ്റെ ആ ഉദ്ദേശമൊന്നും നടക്കില്ല, നിൻ്റെ ദുരുദ്ദേശം ഏതായാലും നടക്കാൻ പോകുന്നില്ല എന്ന് വരെ പറയുമ്പോഴാണ് ലക്ഷ്മണൻ ഒരു വൃത്തം വരച്ചു വച്ചിട്ട് ഈ വൃത്തത്തിന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. നമുക്കറിയാം ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത്. ശബ്ദം കേട്ട ആ വിലാപം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി പോകുന്നത്. അങ്ങനെ ലക്ഷ്മണൻ പോകുന്ന സമയത്ത് രാവണ താം അഹർഷീത്, രാവണൻ വന്ന് താം അവളെ, ആ സീതാദേവിയെ അഹർഷീത് അപഹരിക്കുന്നു. ദാനം കൊടുക്കാനായി ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഴവർഗ്ഗങ്ങളും ഫലമൂലങ്ങളെല്ലാം കൊടുക്കാനായിട്ട് കൊടുക്കുമ്പോൾ രാവണൻ ആ ലക്ഷ്മണരേഖ താണ്ടി വരാൻ ശ്രമിക്കുമ്പോൾ അഗ്നി ഉയരുകയാണ്. അപ്പോൾ രാവണന് മനസ്സിലാവും ഇത് താണ്ടി എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. ഉടനെ ഞാൻ അവശനാണ്, ഭവതി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാലും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സീതാദേവി മനസ്സിൽ വിചാരിക്കും ഈ രേഖ താണ്ടി പോകുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചാലും ഇത് നടക്കേണ്ടത് നടക്കണമല്ലോ, വിധി ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ഈ രേഖ താണ്ടി ഇത് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ സീതാദേവിയെ കോരിയെടുത്തുകൊണ്ട് പുഷ്പക വിമാനത്തിൽ വെച്ച് പോവുകയാണ്. അതാണ് രാവണ താം അഹർഷീത്. രാവണൻ അവളെ കട്ടുകൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി. തേന ആർത്തഹ അഭി, തേന അവിടുന്ന്, ആർത്തഹ അഭി എന്ന് പറഞ്ഞാൽ ദുഃഖിതനാണെങ്കിലും നമുക്കറിയാം ഇവിടെ ശ്രീരാമചന്ദ്രൻ മനുഷ്യവംശത്തിൽ മനുഷ്യനാണ്,
സാധാരണ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ആർത്തഹ അഭി ത്വമന്തഹ, അങ്ങ് അന്തഹ, ത്വം അവിടുന്ന്, അന്തഹ ഉള്ളിൽ സന്തോഷിച്ചു. എന്താണ്? തദ്വധോപായലാഭാത്, തത് വധോപായലാഭാത്, ആ രാവണനെ കൊല്ലാനുള്ള ഒരു കാരണം, ഒരു ഉപായം കണ്ടുകിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൽ, ത്വമന്തഹ ഉള്ളിൽ സന്തോഷിച്ചു. കിം അഭി മുദമധാഹ, സന്തോഷിച്ചു. മുദമധാഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു. അപ്പോൾ തേന ആർത്തഹ അഭി, അവിടുന്ന് ദുഃഖിതനാണെങ്കിലും പ്രിയപത്നി പോയല്ലോ എന്നുള്ള ആ മനുഷ്യനല്ലേ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി കാനന ദേവതകൾ, മറ്റ് വിദ്യാധരന്മാർ, രക്ഷസുകൾ, അതായത് ഈ അതീന്ദ്രിയ ജ്ഞാനമുള്ളവർക്കൊക്കെ അറിയാം ഭഗവാൻ മഹാവിഷ്ണുവാണെന്ന്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരെയെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി ആർത്തനായി വിലപിച്ചു. അയ്യോ, എൻ്റെ പ്രിയപത്നിയായ സീതാദേവി എവിടെ പോയി, കണ്ടില്ലല്ലോ എന്ന് വിലപിച്ചു. ആ സ്വന്തം പ്രിയപത്നി, അതായത് ആരണ്യത്തിൽ, ഈ ഘോര കാനനത്തിൽ അവൾ എവിടെ പോയി കാണും, ആരാണ് കൊണ്ടുപോയത് എന്നൊന്നും അറിയാതെ വിലപിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുക. അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ വിയോഗത്തിൽ ഈ കാനനത്തിൽ ആരും ആശ്രയമില്ലാതെ അവൾ എവിടെയായിരിക്കും എന്നോർത്ത് വിലപിക്കുന്ന ശ്രീരാമചന്ദ്രനെയാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീരാമചന്ദ്രൻ മുദമധാഹ, സന്തോഷിച്ചു. എന്തിനാണ്? തദ്വധോപായലാഭാത്, ആ രാവണനെ വധിക്കാനുള്ള ഒരു ഉപായം ലഭിച്ചുവല്ലോ, ഈ കാരണം കൊണ്ട് രാവണനോട് യുദ്ധം ചെയ്ത് വധിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ത്വമന്തഹ കിമപി മുദമധാഹ തദ്വധോപായലാഭാത്, അങ്ങനെ ഉള്ളിൽ സന്തോഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഈ 10ാമത്തെ ശ്ലോകം നോക്കാം. ആ 10ാമത്തെ ശ്ലോകത്തിൽ സീതയെ അന്വേഷിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. തൻ്റെ പ്രിയപത്നിയായ സീതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ദുഃഖിതനായി കാനനങ്ങൾ തോറും അലഞ്ഞു നടക്കുന്നു. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ജടായുവിനെ കാണുന്നു. വീണ്ടും ജടായുവിന് മോക്ഷം കൊടുക്കുന്നു. അതുപോലെ ശബരിയെ കണ്ടുകിട്ടുന്നു, കബന്ധനെ വധിക്കുന്നു, കബന്ധൻ എന്ന രാക്ഷസനെ. പിന്നീട് ഹനുമാനെ കണ്ടുമുട്ടുന്നു. നമുക്കറിയാം 34ാം ദശകം രാമായണ കഥ ഹനുമത് സമാഗമം വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദശകങ്ങളിലായിട്ടാണ് രാമായണ കഥ വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ ഹനുമാനെ കണ്ടുമുട്ടുന്നത് വരെയുള്ള കഥയാണ് ഈ 34ാം ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹനുമത് സമാഗമം വരെയാണ് ഈ 10ാം ശ്ലോകം കൊണ്ട് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഭൂയസ്തന്വിം വിജിന്വന്നഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വധേനേ ഇത്യുക്ത്വാ യാതേ ജടായൗ ദിവമധ സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി. ഇവിടെ ഭൂയഃ തന്വീം വിജിന്വൻ അഹൃത ദശമുഖഃ ത്വദ് വധൂം മദ്വധേന ഇത്യുക്ത്വാ യാതേ ജടായൗ ദിവമധ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാഃ പാഹി വാതാലയേശ. ഭൂയഃ തന്വീം വിജിന്വൻ. അനന്തരം സീതാദേവിയെ അന്വേഷിച്ചു പോകുന്ന ആ ശ്രീരാമനോട് പറയുകയാണ്. ഇതി ഉക്ത്വാ യാതേ ജടായൗ ദിവം അധ സുഹൃദഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭാര്യയെ, തന്വീം എന്ന് പറഞ്ഞാൽ തന്വങ്കിയായ സീതാദേവിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സീതാദേവിയെ വിജിന്വൻ അന്വേഷിച്ചു പോകുമ്പോൾ അഹൃദഃ മോഷ്ടിച്ചു, അപഹരിച്ചു, ദശമുഖഃ ദശമുഖൻ, ത്വദ് വധൂം അങ്ങയുടെ
ഭാര്യയായ സീതാദേവിയെ ദശമുഖൻ അപഹരിച്ചു എന്ന് പറയുന്നു. മദ്വധേന, എന്നെ വധിക്കാനായി കൊണ്ടുവന്നു. ജടായുവുമായി ഘോരഘോരം യുദ്ധം നടക്കുന്നുണ്ട്. തേരിലെടുത്ത് വെച്ച് സീതയെ കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യത്തിൽ ജടായു കാണുകയും എൻ്റെ സ്വാമി പത്നിയെ കൊണ്ടുപോകുന്നു, ബലാൽ പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ച് ജടായു രാവണനോട് ഏറ്റുമുട്ടുമ്പോൾ ചന്ദ്രഹാസമെടുത്ത് ജടായുവിൻ്റെ പക്ഷങ്ങൾ രണ്ടും അരിഞ്ഞ് കളയുകയാണ്. ആ പക്ഷങ്ങൾ അരിഞ്ഞ് വീഴ്ത്തുമ്പോൾ പക്ഷികൾക്ക് ആകാശം ബലം എന്നല്ലേ, അവർക്ക് നിർഭയം സഞ്ചരിക്കാവുന്നത് ആകാശത്തിലാണ്. കുട്ടികൾക്ക് കരച്ചിൽ ബലം, പക്ഷികൾക്ക് ആകാശം ബലം, മത്സ്യങ്ങൾക്ക് ജലം ബലം. അവരവരുടെ വാസസ്ഥാനത്താണ് അവരവർക്ക് നിർഭയം സഞ്ചരിക്കാവുന്നതും പ്രവർത്തിക്കാവുന്നതും. ഇവിടെ പക്ഷങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ ജടായു ആശ്രയമറ്റ് താഴെ വീഴുകയാണ്. അങ്ങനെ മരണാസന്നനായി കിടന്ന ആ ജടായുവിന് സീതാദേവി അനുഗ്രഹം കൊടുക്കുകയാണ്. എൻ്റെ സ്വാമി വന്ന് ഈ വിവരം പറയുന്നത് വരെ അങ്ങയുടെ ജീവൻ പോകാതിരിക്കട്ടെ, അതുവരെ ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് സീതാദേവി പോകുന്നത്. ഇത് ഇത്യുക്ത്വാ യാതേ ജടായൗ ദിവമധ സുഹൃദ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞിട്ട്, യാതേ ജടായൗ, യാതഹ പോയി, അതായത് ജടായുവിൻ്റെ പ്രാണൻ പോവുകയാണ്. ജടായു അവിടെ ജീവത്യാഗം നടത്തി. എന്നെ കൊന്നിട്ട് എന്നാണ്, മദ്വധേന എന്ന് പറഞ്ഞാൽ എന്നെ വധിച്ചിട്ട് അങ്ങയുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ജടായു ജീവൻ വെടിഞ്ഞു. അപ്പോൾ അധ ത്വം സുഹൃദ, അങ്ങയുടെ ആ സുഹൃത്തിന് പ്രാതനോ പ്രേതകാര്യം പ്രാതനോഹോ, പ്രാതനഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തു. എന്താണ് ചെയ്തത്? പ്രേതകാര്യം, അതായത് മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷം ഗൃണ്ണാനം തം കബന്ധം, ഇവിടെ പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ ജഘനിധ, കൊന്നിട്ട്. ആ കബന്ധൻ ആരാണെന്നും ഇതുപോലെ രാമായണ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രാമായണ കഥ 16-ാം ഭാഗത്തിലാണ് കബന്ധൻ്റെ കഥയെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആ ജടായുവിൻ്റെ പിതൃകർമ്മങ്ങളും ഉദകക്രിയകളെല്ലാം നടത്തിയിട്ട് പിന്നെയും സീതയെ അന്വേഷിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് അലയുകയാണ്. വിളിച്ചു ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, സാരസാക്ഷിയായ എൻ്റെ ആ പ്രിയതമയെ നിങ്ങൾ കണ്ടോ എന്ന് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളോടും ചോദിക്കുന്നുണ്ട്. ആ പരമാത്മാവായ ആ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ വിലപിച്ച് നടക്കുന്നത് എല്ലാവർക്കും കാണാം. അതിൽ അത്രമാത്രം ദുഃഖിതനാണ് അദ്ദേഹം. മമ പ്രാണേശ്വരി വല്ലഭേ മൈഥിലി, എൻ്റെ പ്രിയേ, എൻ്റെ ജാനകീദേവി, എന്നെ കളിയാക്കാനായിട്ട് നീ മറഞ്ഞിരിക്കുകയാണോ? എവിടെയാണെങ്കിലും മറഞ്ഞിരിക്കാതെ നീ പുറത്തേക്ക് വരിക, മടി കൂടാതെ വരിക എന്നിങ്ങനെ പറഞ്ഞ് കാനനന്തോറും ദുഃഖിതനായി അന്വേഷിച്ച് വിവശനായി ഇങ്ങനെ ചോദിക്കുകയാണ്. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദുഃഖം പൂണ്ട് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് കാനനന്തോറും നടക്കുന്ന വഴിയിലാണ് ഈ കബന്ധനെ കണ്ടുമുട്ടുന്നത്. കബന്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകര രൂപിയാണ്. അതിന് തലകളിൽ തടയുന്നതെന്തോ അതെല്ലാം വാരി കുക്ഷിയിലേക്കിടുകയാണ്. കണ്ണ് മൂക്കളൊന്നും കാണാനില്ല. അപ്പോൾ കണ്ടാൽ ഇപ്പം പിടിച്ചു തിന്നും. പക്ഷിയുമല്ല മൃഗവുമല്ല, കാലും കാണാനില്ല തലയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷിക്ക് മുമ്പേ ഒരു കാര്യം ചെയ്യണം. നമ്മളാണെങ്കിൽ പറയും 1 2 3 എന്ന് എണ്ണുന്നതിനിടയ്ക്ക് നമുക്ക് 2 കൈയും ഒരുപോലെ ഛേദിക്കണം. നീ ആ ലെഫ്റ്റ് ഹാൻഡ് വെട്ടിക്കോ, ഞാൻ റൈറ്റ് ഹാൻഡ് വെട്ടാം എന്ന്
ശ്രീരാമൻ പറയുകയാണ്. രണ്ടുപേരും ഓരോ കൈവീതം മുറിക്കാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ കബന്ധൻ വളരെയധികം ആശ്ചര്യത്തോടെ, അതുപോലെ തന്നെ എൻ്റെ കൈ ഇപ്പം മുറിക്കുമല്ലോ എന്നുള്ള ഭയത്തോടെയും ചോദിക്കുകയാണ്, എൻ്റെ കൈകൾ ഛേദിക്കാൻ കഴിവുള്ളവരായിട്ട് ഇതിനു മുമ്പ് ഈ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ഈ ഇത്രയും അത്യത്ഭുതകരമായ ഈ പ്രവൃത്തിയെ ചെയ്യാൻ പോകുന്ന നിങ്ങൾ ആരാണ്? ഏതായാലും നിങ്ങൾ സത്പുരുഷന്മാരാണ്. ഈ കൊടുങ്കാട്ടിൽ നിങ്ങൾ എങ്ങനെ വന്നു ചേർന്നു? എന്താണ് കാരണം എന്നൊക്കെ കബന്ധൻ ചോദിക്കുന്നു. ശ്രീരാമൻ അതിന് ഉത്തരമായിട്ട് പറയുകയാണ്, സീതയെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഈ ഭീകര രൂപത്തിൽ നിൻ്റെ ആ കൈകൾ, അതായത് ഇങ്ങനെ നിന്നെ കാണാനിടയാകുന്നതും നിൻ്റെ കൈകൾ കൊണ്ട് ഞങ്ങളെ പിടിച്ച് നീ വിഴുങ്ങുമോ എന്ന് പേടിച്ച് പ്രാണരക്ഷാർത്ഥമാണ് നിൻ്റെ കൈകൾ വെട്ടിമാറ്റേണ്ടി വന്നത്. ഈ വികൃത രൂപത്തോടു കൂടിയ നീ ആരാണെന്ന് പറഞ്ഞാലും എന്ന് ചോദിക്കുമ്പോൾ കബന്ധൻ ആരാണെന്നൊക്കെ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. ഇത് അതായത് രാമായണ കഥയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ കബന്ധനൊരു ദിവ്യനായ ഗന്ധർവനായിരുന്നു. ആ യൗവനകാലത്ത് യൗവനത്തിൻ്റെ ഒരു അഹങ്കാരവും ആരോഗ്യവും ഊർജ്ജസ്വലതയൊക്കെയുള്ള സമയമാണല്ലോ ഈ യൗവനം എന്ന് പറയുന്നത്. അതിൻ്റെ അഹങ്കാരവും ചാബല്യവും കൊണ്ട് ഈ സുന്ദരികളായ സ്ത്രീകളും ഒക്കെ ആയിട്ട് രമിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം അഷ്ടാവക്രൻ എന്ന മുനിയെ പരിഹസിച്ച് ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ മുനി ശപിച്ചു. അതായത് രാക്ഷസനായി ഭവിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ത്രേതായുഗത്തിൽ ഈ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട്, അതായത് ദശരഥപുത്രനായിട്ട് ജനിച്ച് ഈ കൈകൾ അറുത്ത് മാറ്റുന്ന സമയത്ത് എനിക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരുന്നു. ഈ രാക്ഷസനായി മാറിക്കഴിഞ്ഞിട്ടും കബന്ധൻ വെറുതെ ഇരുന്നില്ല. ഒരു ദിവസം ഇന്ദ്രനെ കൊല്ലാൻ ശ്രമിച്ചു. ഇന്ദ്രൻ എന്ത് ചെയ്തു? കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വജ്രായുധം കൊണ്ട് ഈ കബന്ധൻ്റെ തലയറുത്ത് മാറ്റുകയാണ്. ബ്രഹ്മാവാണ് ഈ വരം നൽകിയിരുന്നത്. ആരാലും വധിക്കപ്പെടില്ല എന്ന് വരം ലഭിച്ചതുകൊണ്ട് തല വെട്ടിമാറ്റിയിട്ടും കബന്ധൻ മരിക്കുന്നില്ല. അപ്പോൾ ആ മരണമില്ലാത്തതിനാൽ നിത്യവൃത്തിക്ക് എന്തു ചെയ്യും? തല വെട്ടിമാറ്റിയതുകൊണ്ട് ഇനി വായിൽ കൂടെ ഭക്ഷണമൊന്നും കഴിക്കാനില്ലല്ലോ, പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ തലയെടുത്ത് വയറിൻ്റെ ഭാഗത്തിൽ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ മുഖവും പാദങ്ങളും എല്ലാം വയറിലായി. ഇനി രണ്ട് കൈകൾക്ക് ആ സമയത്ത് നീളം വയ്ക്കുകയാണ്. കൈകൾക്ക് നടുവിൽ എന്ത് തടഞ്ഞാലും, കൈ ഇങ്ങനെ തടഞ്ഞ് നടക്കുമ്പോൾ എന്ത് വന്നാലും അത് പിടിച്ച് വയറിലേക്കിടും. അങ്ങനെയാണ് ഈ കബന്ധൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ ത്രേതായുഗമായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടെ കൈകൾ വെട്ടുമാറ്റി. ഉടനെ കബന്ധന് ഇപ്പം മോക്ഷപ്രാപ്തിക്കുള്ള സമയമായി. അതാണ് ഈ കബന്ധ വധത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ജടായുവിന് പ്രേതകാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങിയ ആ ശ്രീരാമചന്ദ്രൻ കബന്ധന് മോക്ഷം കൊടുത്തു. ഇനി തം കബന്ധം ജഘനിത ശബരിം പ്രേക്ഷ്യ, അനന്തരം ശബരിയെ കാണാനാണ് പോകുന്നത്. ശബരിയെ കണ്ടിട്ട് ശബരിയും പ്രേക്ഷ്യ, ശബരി നമുക്കറിയാം, ശബരി അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ വരവ് നോക്കിയിരിക്കുന്ന ഒരു, അതായത് നമുക്കറിയാം ജാതിയിൽ കുറച്ച് കുറഞ്ഞതാണ്. അപ്പോൾ ആ ശബരി ശ്രീരാമചന്ദ്രനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതും ഞാൻ രാമായണ കഥയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശബരിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. ഗന്ധർവൻ കബന്ധനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ മതങ്കാശ്രമത്തിൽ അവിടുത്തെ മാത്രം ധ്യാനിച്ച് കഴിയുന്ന ശബരിയെ കണ്ടാൽ അവൾ സീതയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും പറഞ്ഞു തരും എന്ന് പറയുന്നതനുസരിച്ച് ആ മതങ്കാശ്രമത്തിലേക്ക് അവിടുന്ന് ശബരിയും പ്രേക്ഷ്യ, ശബരിയെ കാണാനായി പോകുന്നു. ശബരിയെ കണ്ടിട്ട് പ്രേക്ഷ്യ പമ്പാ തടയത്വം, അതും പമ്പാ തീരത്തിൽ. ഇപ്പോൾ നമുക്കറിയാം ഗോദാവരി തടത്തിൽ നിന്ന് സഞ്ചരിച്ചിപ്പോൾ പമ്പയിലെത്തി. പമ്പ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് വരികയാണ് പമ്പ അല്ലേ. ഇപ്പം നമ്മുടെ ശ്രീരാമചന്ദ്രൻ പമ്പാ തീരത്താണുള്ളത്. ത്വം സംപ്രാപ്തോ വാദസൂനും, അവിടെ പമ്പാതടത്തിൽ ആരെയാണ് കണ്ടത്? സംപ്രാപ്തോ, അവിടെ പ്രാപിച്ചു, അതായത് കണ്ടുമുട്ടി എന്ന അർത്ഥമുള്ളൂ. വാദസൂനും ആരാണ്? കാറ്റിൻ്റെ പുത്രൻ മാരുതി, അതായത് ഹനുമാനെ കണ്ടിട്ട് ഭൃശമുദിതമനാഹ, ഭൃശം സന്തുഷ്ടനായി, മുദിതമനാഹ മനസ്സ് വളരെയധികം സന്തുഷ്ട ചിത്തനായി, പാഹി വാതാലയേശ, അങ്ങനെ ഉള്ള വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ, പാഹി രക്ഷിക്കണേ എന്ന് ഇവിടെ മേൽപ്പത്തൂർ
ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ. ഇവിടെ സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി. ഇവിടെ 10 ശ്ലോകം കഴിഞ്ഞു. 34ാമത്തെ ദശകം തീർന്നു. ഇനി നമുക്ക് 35ാം ദശകം അടുത്ത വീഡിയോയിൽ നോക്കാം. രാമായണ കഥ സുഗ്രീവ സഖ്യം മുതലാണ് അതിൽ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. നന്മ ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ. കൃഷ്ണ ഗുരുവായൂരപ്പ.